ഹായ്, ഇന്ന് നമ്മൾ ഒരു ബ്ലൗസിൻ്റെ ആരി വർക്ക് ഡിസൈനാണ് നോക്കാൻ പോകുന്നത്. ഇത് ബാക്ക് നെക്കാണ്. ബാക്ക് നെക്കിൽ 2 ലെയർ ചെയിൻ, 3 ലെയർ ചെയിൻ സ്റ്റിച്ചും, പിന്നെ ഷുഗർ ബീഡ്സ്, പിന്നെ ഫോർമം ബീഡ്, വീണ്ടും ഷുഗർ ബീഡ്സ്, വീണ്ടും ഫോർമം ബീഡും, ചുറ്റിനും ഷുഗർ ബീഡ്സും, പിന്നെ ദൈ കാണുന്ന ബീഡും, അതുപോലെ ഓരോ ഷുഗർ ബീഡ്സും വെച്ച് ഫ്ലവറാണ് ചെയ്തെടുത്തിരിക്കുന്നത് ബാക്ക് നെക്കിൽ. അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കിലും 3 ലെയർ ചെയിൻ സ്റ്റിച്ചും നമ്മുടെ ബാക്ക് നെക്ക് ചെയ്തതുപോലെ തന്നെയാണ് ഫ്രണ്ട് നെക്കും ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഉള്ളത് സ്ലീവാണ്. സ്ലീവിൽ 2 ലെയർ ചെയിൻ സ്റ്റിച്ച്, പിന്നെ ഷുഗർ ബീഡ്സ്, ഫോർമം ബീഡ്, വീണ്ടും ഷുഗർ ബീഡ്സ്, പിന്നെ ഈ കാണുന്നത് പോലെ കട്ട് ബീഡ്സ് ഉപയോഗിച്ച് ലെയർ കൊടുത്ത ശേഷം ഈ ക്ലോത്തിൻ്റെ കളർ തന്നെ ഓരോ സ്റ്റോണും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലവറും, പിന്നെ ഇതാ ഈ കാണുന്നത് പോലെ ചെറിയ കൊടി പോലെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കൊടിയുടെ ഒരു ചുരുപ്പ് വരുന്ന ഭാഗത്ത് ഓരോ ഫോർമം ബീഡും, പിന്നെ ഇതുപോലെ വീണ്ടും ലെയറായിട്ട് വന്ന ശേഷം നമ്മൾ ഷുഗർ ബീഡ്സാണ് ഔട്ട്ലൈനായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഗോതമ്പിൻ്റെ ബീഡ്സ് പോലത്തെ വെച്ചിട്ട് പൂവും, പിന്നെ ചെറിയ മൂന്ന് ചെറിയ ഫ്ലവർ പോലെയും ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും ആ കൊടി പോലെയും, പിന്നെ കട്ട് ബീഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ കാണുന്ന പോലെ ക്രോസ് ആയിട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള വ്യൂ എന്ന് പറയുന്നത്. കണ്ടോ, ബാക്കും ഫ്രണ്ടും നെക്കും, പിന്നെ അടുത്ത സ്ലീവ് ഇതാ ഇവിടെ ആയിട്ടാണ്. കണ്ടോ, അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല, കാരണം ഇത് പെട്ടെന്ന് കൊടുക്കേണ്ട വർക്കായിരുന്നു. അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ പെട്ടെന്ന് ചെയ്ത് കൊടുക്കുന്നതാണ്. ലാസ്റ്റുള്ള ഔട്ട്പുട്ട് എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇതെടുത്തത്. ഇതുപോലെ തന്നെ വേറൊരു ബ്ലൗസിൻ്റെ ഡിസൈനും കൂടെ ഉണ്ട്, അതൊന്നും കൂടെ നമുക്ക് നോക്കാം. ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയത്. കണ്ടോ, ഇത് ഫുള്ളോടെ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇതിൻ്റെ 2 സ്ലീവ് നല്ല ഹെവി ആയിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഫുള്ളായിട്ട്. പിന്നെ ഫ്രണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം എനിക്ക് ബ്ലൗസിൻ്റെ പിക്കൊന്നും കിട്ടാറില്ല, അതുകൊണ്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇടാത്തത്. പക്ഷേ ഇതിൻ്റെ അത് കിട്ടിയായിരുന്നു, അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.